നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് മറ്റൊരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ലാൻഡ്മാർക്ക് കാർസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് പ്രീമിയം ഓട്ടോമോട്ടീവ് റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വ്യക്തമായിട്ട് നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കാർ ഡീലേഴ്സ് ആണ് കമ്പനി. കാർ ഡീലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കാറിൻ്റെ വിൽപ്പനയും അതിൻ്റെ സർവീസസും എല്ലാം ചെയ്യുന്നത്. സാധാരണ കാറുകളല്ല, അത് പ്രീമിയം മോഡലിലുള്ള കാറുകളാണ്. ഇത് ഡിസംബർ 13 മുതൽ 15 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 552 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ഈ കമ്പനി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 150 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ, ബാക്കിയെല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. നമുക്കതിലേക്ക് കിടക്കാം. ലാൻഡ്മാർക്ക് കാർസ് ലിമിറ്റഡ് വടക്കേ ഇന്ത്യയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാർ ഡീലേഴ്സാണ് ലാൻഡ്മാർക്ക്. 1998 ഇത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ളത്. ബോംബെ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഇവരുടെ ഡീലർഷിപ്പ് എന്ന് പറയുന്ന പ്രീമിയം ബ്രാൻഡുകളാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് മെർസിഡസ് ബെൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയിലെ 16% മെർസിഡസ് ബെൻസും ലാൻഡ്മാർക്കാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൂടാതെ ഹോണ്ട, ജീപ്പ്, വോക്സ് വാഗൺ, റെനോ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളുടെ ഡീലർഷിപ്പും ഈ കമ്പനി തന്നെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അശോക് ലൈലാൻഡ് ബ്രാൻഡിന്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ലാൻഡ്മാർക്ക് കാർസ് ആണ് ചെയ്യുന്നത്. കമ്പനിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രധാന കാർ ഡീലേഴ്സും ചെയ്യുന്ന കാര്യം തന്നെ പുതിയ കാറുകളുടെ വിൽപ്പന, അതുകൂടാതെ അതിൻ്റെ ആഫ്റ്റർ സർവീസ്, അതായത് സ്പെയർ പാർട്സ്, മറ്റുള്ള ലൂബ്രിക്കൻസ്, ആക്സസറീസ്, ഇതിൻ്റെ എല്ലാം വിൽപ്പന, കൂടാതെ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ സെയിൽസ്, ഈ ബ്രാൻഡുകളിൽ തന്നെയുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ സെയിൽസ്, പിന്നെ അതുകൂടാതെ തേർഡ് പാർട്ടി ഫിനാൻസും ഇൻഷുറൻസും, ഇതെല്ലാം തന്നെയാണ് ഈ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 112 ഔട്ട്ലെറ്റ്സ് ആണ് കമ്പനിക്കുള്ളത്. വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ്, 8ഓളം സ്റ്റേറ്റുകളിലും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് 112 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതുകൂടാതെ 61 ഷോറൂമുകൾ, വലിയ ഷോറൂമുകൾ കമ്പനി നടത്തുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെയിൽസിൻ്റെയും സ്പെയർ പാർട്സിൻ്റെതുമായിട്ട് ആഫ്റ്റർ സെയിൽ സർവീസസിന് വേണ്ടിയിട്ട് 51ഓളം ഔട്ട്ലെറ്റ്സുകളും കമ്പനി നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഈ 2022 ധനകാര്യ വർഷത്തിൽ ഈ 2000 മെർസിഡസ് ബെൻസാണ് ലാൻഡ്മാർക്ക് കാർസ് വിറ്റഴിച്ചത്. അത് വലിയൊരു റെക്കോർഡാണ്. ഫ്രഷ് ഓഹരിയുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 150 കോടി രൂപ അവർ വിനിയോഗിക്കുന്നത് പ്രധാനമായിട്ടും ചില കടബാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടും, പിന്നെ ചില പ്രീ പേയ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടും, കമ്പനിയുടെ മാത്രമല്ല കമ്പനിയുടെ സബ്സിഡിയറികളുടെ കാര്യത്തിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പണം ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ സഞ്ജയ് കർസൻദാസ് താക്കർ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇഷ്യൂവിന് മുമ്പ് 60.24% ഓഹരികളാണുള്ളത്. അത് ഇഷ്യൂ കഴിയുമ്പോൾ 44.61% കുറയുന്നുണ്ട്. കാരണം ഓഫർ ഫോർ സെയിലുണ്ട്. 402 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലാണുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ കൂടാതെ മറ്റു ചില ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിൽ ചിലരും ഓഫറുകൾ വിറ്റഴിക്കുന്നുണ്ട്. അതിൽ പ്രധാനികൾ TPG ഗ്രോത്ത് 2 SF എന്ന് പറയുന്ന ഫണ്ടാണ്. അതുകൂടാതെ ആസ്ഥ ലിമിറ്റഡ് എന്നുള്ള ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുണ്ട്. അതുകൂടാതെ ഗരിമ മിശ്രയും പിന്നെ നമ്മുടെ ഈ സഞ്ജയ് താക്കർ എന്ന് പറയുന്ന പ്രൊമോട്ടറുമാണ് 402 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നത്. ഇനി ലാൻഡ്മാർക്കിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകളും നോക്കുകയാണെങ്കിൽ 2022 റവന്യൂ നോക്കുക, 2989.12 എന്നാണ് കാണിക്കുന്നത്. അത് മുൻവർഷത്തെ 1966.34 അപേക്ഷിച്ച് ഏകദേശം 50% വളർച്ചയാണ് അത് കാണിച്ചിരിക്കുന്നത്. റവന്യൂയുടെ കാര്യത്തിൽ 50-52% ഉയർച്ച ഉണ്ടായിട്ടുണ്ട് 2989.12 എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിട്ടുള്ള ഈ ഒരു വളർച്ചയും.
അത് മുൻവർഷം 11.15 കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 6 ഇരട്ടിയോളം വളർന്നിട്ടാണ് 66.18 കോടിയായിട്ട് ഇത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും നല്ല വളർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് 2020 കാർ സെയിലൊക്കെ വളരെ കുറവായിരുന്ന ഒരു വർഷമാണല്ലോ. അപ്പോൾ അത് നെറ്റ് ലോസ് ആയിരുന്നു കമ്പനിക്ക് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് മാർജിൻ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിലും 2020 ലോസിലായിരുന്നു കമ്പനി. അത് 0.57% ആയി. അതിനുശേഷം ഇവിടെ 2.21% ആണ് ഇപ്പോൾ കാണിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, പുതിയ ധനകാര്യ വർഷത്തിൽ, അതായത് 2022-23 വർഷത്തെ ആദ്യ ക്വാർട്ടർ, ജൂൺ മാസത്തിൽ 2022 ജൂൺ മാസത്തിൽ അവസാനിച്ച ക്വാർട്ടറിൽ കമ്പനി 802 കോടിയുടെ വരുമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, റവന്യൂ. അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതിൽ കാണുന്നത് 18 കോടിയാണ്. അപ്പോൾ നല്ലൊരു മികച്ച റെക്കോർഡാണ് കമ്പനിക്ക്, ലാൻഡ്മാർക്ക് കാർസിന് ഫിനാൻഷ്യൽ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 2022 വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 17.88 എന്നും, PE റേഷ്യോ 26.9, 28.3 എന്നും, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 26.52% എന്നും, ബുക്ക് വാല്യൂ 67.42 പെർ ഷെയർ എന്നുമാണ് കാണിക്കുന്നത്. കമ്പനിയുടെ രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റലും ICICI സെക്യൂരിറ്റീസുമാണ്. ഇതുവരെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ നമ്പറാണ്, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇനി നമുക്ക് ലാൻഡ്മാർക്ക് കാർസിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഇഷ്യൂ ഡേറ്റുകൾ ഓപ്പൺ ആയിരിക്കുന്നത് ഡിസംബർ 13 മുതൽ 15 വരെയാണ്. ഇനി ഇഷ്യൂ പ്രൈസ് നോക്കാം. 481 രൂപ 506 എന്നാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവരുടെ എംപ്ലോയീസിന് ഏകദേശം 1 കോടി രൂപ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് 48 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. അതായത് കട്ട് ഓഫ് പ്രൈസിൽ ഒരു 48 രൂപയുടെ ഡിസ്കൗണ്ട് അവർക്ക് കിട്ടുന്നതായിരിക്കും. ഫ്രഷ് ഇഷ്യൂ 150 കോടി രൂപയ്ക്കുള്ളതാണെന്നും അതിൻ്റെ ഓഫർ ഫോർ സെയിൽ 402 കോടി രൂപയ്ക്കുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ 552 കോടി രൂപയ്ക്കുള്ളതാണ് ആകെ ഈ ഇഷ്യൂ എന്ന് പറയുന്നത്. അതിൽ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 29 ഓഹരികൾ വരും. 5 രൂപയാണ് ഈ ഓഹരിക്കുള്ള ഫേസ് വാല്യൂ. 5 രൂപ വെച്ച് നോക്കുമ്പോൾ ഈ 506 എന്നുള്ളത് കുറച്ച് ഹൈ പ്രൈസ് ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO തന്നെയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡേറ്റുകൾ ഏകദേശം ഒന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 20 എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കിട്ടാത്തവർക്ക് റീഫണ്ട് വരുന്നത് ഡിസംബർ 21 ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് 22 ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഡിസംബർ 23 അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ വലിയ ലിസ്റ്റിംഗ് ഗെയിൻ ഒന്നും പ്രതീക്ഷിക്കുന്നവർക്ക് വലിയൊരു സ്കോപ്പ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളൊരു തോന്നലില്ല. എങ്കിലും ലോങ് ടൈംകാർക്ക് ഇത് കുഴപ്പമില്ലാത്തൊരു ഓഹരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലാൻഡ്മാർക്ക് കാർസിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് കേട്ടല്ലോ. പതിവ് പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടനെ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.